അനർത്ഥങ്ങൾ ഭാവിക്കയില്ല, ബാധയോ നിന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നത് മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. ആമേൻ. നമ്മൾ തുടർമാനമായി കേൾക്കുന്ന വചനമാണ്. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ഇത് പറഞ്ഞിട്ട് യേശു ആ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന മുറിയിൽ അലഞ്ഞു നടക്കുന്ന ജനത്തെ തൻ്റെ പ്രാർത്ഥന മുറിയിൽ കണ്ടപ്പോൾ അവരെ വിടുവിക്കുവാനുള്ളവരെയും കർത്താവ് കണ്ടു. അതിനുവേണ്ടി അവൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവർക്ക് അധികാരം കൊടുത്തു. ചിലത് നീ കണ്ടാൽ നീ പ്രാർത്ഥിക്കാൻ കയറും. പ്രാർത്ഥിക്കാൻ കയറിയാൽ ചില തിരഞ്ഞെടുപ്പുകൾ നടക്കും. പ്രാർത്ഥിക്കാൻ കയറിയാൽ ചില അധികാരങ്ങൾ കൈമാറും. കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, വലിയ ചില കാര്യത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു കുടുംബമാണ് നിങ്ങളുടെ കുടുംബം. യേശു 12 ശിഷ്യന്മാരെ രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ട് തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. എന്തിനാ? വെറുതെ കൂടെ നടക്കാനല്ല. അവർക്ക് സ്തോത്രം, ആമേൻ, ദുരാത്മാക്കളെ പുറത്താക്കാൻ, വ്യാധികളെ സൗഖ്യമാക്കാൻ, അതിനെ പൊറുപ്പിക്കുവാൻ ദൈവം അധികാരം കൊടുത്തു. യേശു കർത്താവ് ആരംഭ സമയങ്ങളിൽ അവരെ കൂടെ നടത്തി. കരയുന്നവരെ കാണിച്ചു, വേദനിക്കുന്നവരെ കാണിച്ചു, രോഗത്തിൽ കിടക്കുന്നവരെ കാണിച്ചു. സ്തോത്രം. അതിനുശേഷം താൻ ചെയ്ത ശുശ്രൂഷകൾ ചെയ്യാൻ കർത്താവ് ചില തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ കൂടെ നിങ്ങൾ ആദ്യം നടക്കുക, പിന്നെ നിങ്ങൾ കർത്താവ് ചെയ്യുന്നത് ചെയ്യുക. നിങ്ങളുടെ മേലൊരു വലിയ നിയോഗമുണ്ടെന്ന് കർത്താവ് ഇന്ന് പകൽ എന്നോട് പറയുന്നു. ഒരു വലിയ പാസ്റ്ററായോ ഒരു വലിയ പ്രാസംഗികനായോ ഒന്നും നിങ്ങൾ തീരുന്നില്ലെങ്കിലും നിങ്ങളുടെ ചെറിയ സർക്കിളുകളിൽ ചിലരെ വിടുവിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുക. ഒരു രോഗിയെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അനുദപിക്കാനല്ല ദൈവം നിങ്ങളെ കണ്ടെത്തുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ സൗഖ്യത്തിന് വേണ്ടി കൽപ്പിക്കുവാനുമാണ് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. യെസ്, നിങ്ങൾ കേൾക്കുന്ന എല്ലാ വിഷയങ്ങളും നിങ്ങളെ പ്രാർത്ഥിക്കുവാനും അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങളത് കേൾക്കണ്ട. നിങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാ തകർച്ചകളും നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അതിനകത്ത് നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ടെന്ന് ദൈവം അറിയിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി സങ്കടം പറയുന്നുണ്ടോ? അത് 10 പേരോട് പറയുവാനുള്ളതല്ല. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിനകത്ത് കർത്താവിൽ നിന്നൊരു വിടുതൽ കൊണ്ടുകൊടുക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുക്കൽ തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ കെയർഫുൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. എൻ്റെ അടുക്കൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടെങ്കിൽ കർത്താവ് അയച്ചതാണ്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവിനെ വിടുവിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത്ഭുതകരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരുടെയൊക്കെയോ വിടുതൽ, സൗഖ്യം നിങ്ങളുടെ കൈകളിലൂടെ, നിങ്ങളുടെ വാക്കിലൂടെയും നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു വലിയ സെലക്ഷൻ
നിങ്ങളുടെ മേൽ വീണിരിക്കുന്നു. അനേകരുടെ ഒരു അത്ഭുത വിഷയമാകാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. സാധാരണക്കാരല്ല നിങ്ങൾ. നിങ്ങളിലൂടെ ഈ തലമുറയ്ക്ക്, ഭാരതത്തിന്, ഈ കാലഘട്ടത്തിന് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്തോത്രം. ഒന്നും കഴിയത്തില്ലെന്ന് പറയരുത്. നിങ്ങളിലൂടെയല്ല, ദൈവമാണ് ചെയ്യുന്നത്. ദൈവത്തിന് ചെയ്യാൻ നിങ്ങൾ ഒരു ആയുധമാണ്. നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ അറിവോ നിങ്ങളുടെ ശക്തിയോ ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ശക്തിയുണ്ട്, ദൈവത്തിന് അറിവുണ്ട്, ദൈവത്തിന് പവറുണ്ട്. അത് നിങ്ങളിലൂടെ ദൈവം ഒന്ന് പകരാൻ ആഗ്രഹിക്കുന്നു. അതിനെ ഒന്ന് ഭൂമിയിൽ അപ്ലൈ ചെയ്യാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു. യെസ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയും. കർത്താവെ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. ഇവർ അങ്ങനെ യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടതായതുകൊണ്ടാണല്ലോ ഈ വചനം കേൾക്കുന്നത്. യേശുവപ്പ കർത്താവ്, അവരിലുള്ള വിളി പുറത്തു വരട്ടെ, അവരിലുള്ള നിയോഗം പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനേകരെ വിടുവിക്കാൻ അവരെ ശക്തീകരിക്കണമേ. അനേകരെ പുറത്തു കൊണ്ടുവരാൻ അവരെ അങ്ങ് ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം ഇവർക്കൊരു അനുഗ്രഹമാവട്ടെ. അനേകർ ഇന്ന് ഇവരിലൂടെ വിടുവിക്കപ്പെടട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇവരെ കർത്താവ് ഒരു വലിയ ശുശ്രൂഷയ്ക്കായി ഈ കുടുംബമായിട്ട് അവർ വേർതിരിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് സാധാരണക്കാരാണ്, അവർ സാധാരണമായി ജീവിക്കുന്നവരാണ്, പ്രശ്നങ്ങളുടെ നടുവിലൂടേക്ക് പോകുന്നവരാണ്. പക്ഷെ അവരെ അടുത്ത തലമുറയിൽ അനേകർക്ക് അനുഗ്രഹമാകാനും പുറത്തു കൊണ്ടുവരാനും സൗഖ്യമാക്കാനും അനേകരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും നീ അവരെ അത്ഭുത വിഷയമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ ഉപയോഗിക്കണമേ. കർത്താവെ, അവർക്ക് കഴിവില്ല, പക്ഷെ കർത്താവ് കഴിവ് കൊടുക്കണമേ. ശക്തിയില്ല, കർത്താവ് അവർക്ക് ശക്തി കൊടുക്കണമേ. അവർക്ക് വേണ്ട വിധത്തിലുള്ള പറയാനുള്ള ജ്ഞാനമില്ല, എന്നാൽ നിന്റെ പ്രവചനാത്മാവ് അവർക്ക് കൊടുക്കണമേ. അനേകർ ഇവരിലൂടെ പുറത്തു വരട്ടെ, ഇവരിലൂടെ അനേകർ വിടുവിക്കപ്പെടട്ടെ, ഇവരുടെ പ്രശ്നങ്ങൾ മാറട്ടെ, ഇവർ അനേകരുടെ പ്രശ്നങ്ങൾ മാറ്റുന്നവരാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദൂതുകൾ നിങ്ങൾക്കുള്ളതാണ്. ധൈര്യത്തോടായിരിക്കുക. God bless you. Shalom.